ചൈന മറ്റൊരു യുദ്ധത്തിന് പുറപ്പെടുകയാണോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട്. ലോകമാകെ ആ ചോദ്യമാണ്. തായ്വാനെ ചൈന ആക്രമിക്കുമോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ സർ? അത് ചൈനയ്ക്ക് തായ്വാൻ്റെ പുറത്ത് ആധിപത്യം ഉണ്ടെന്നും തൈവാൻ തങ്ങളുടെ ഒരു പ്രദേശമാണ്, തങ്ങളുടെ സ്വന്തം പ്രദേശമാണ് എന്നാണ് ചൈനയുടെ അവകാശവാദം. അത് കുറേ നാളായി തുടങ്ങിയിട്ട്. കുറേ നാൾ മീൻസ് ഇതിന് 1000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരു കിങ് സാമ്രാജ്യം നിലവിലിരുന്ന സമയത്ത് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ തൈവാൻ ചൈന സംഘർഷം. അപ്പോൾ അത് ഇപ്പോൾ കൂടുതലാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ വാർത്താ ഏജൻസി അടിച്ചിരിക്കുന്ന ഏതാണ്ട് 3-4 തവണ ചൈനീസ് യുദ്ധവിമാനങ്ങൾ ഈ തൈവാൻ്റെ ഏരിയ ക്രോസ് ചെയ്തു തൈവാന് മുകളിൽ കൂടി പറന്നു. ആക്രമിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പറന്നു. അത് ശരിക്കും പറഞ്ഞാൽ തൈവാൻ്റെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്. അതുകൂടാണ്ട് തൈവാൻ ദ്വീപാണല്ലോ. തൈവാൻ്റെ കടൽ തീരത്ത് ആ ഏരിയയിലേക്ക് അവരുടെ ഒരു 1-3 യുദ്ധക്കപ്പലുകൾ പോയിട്ടുണ്ട്. അതുകൂടാണ്ട് 6ഓളം ഈ നാവിക വെസൽസ് എന്ന് പറയണ്ട, അത് ഷിപ്പാണോ ഡിസ്ട്രോയറാണോ എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. നാവിക നേവൽ വെസൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബോട്ട്സ് അവർ വന്ന് അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അവരവിടെ ഇപ്പോൾ തൈവാൻ്റെ ഏരിയ വിട്ട് പുറത്തു പോയിട്ടില്ല അവർ. ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ തൈവാൻ ആയിക്കൂടി 36,000-37,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ദ്വീപാണ്. അതിൻ്റെ ജനസംഖ്യ തന്നെ 2.3 കോടിയേ ഉള്ളൂ. ചൈനയാണെങ്കിൽ 96 ലക്ഷമാണ് ചൈനയുടെ, 96 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ് ചൈനയുടെ വിസ്തീർണം. ലോകത്തിലെ 3ാമത്തെ രാജ്യവും 4ാമത്തെ രാജ്യവുമാണ് ചൈന. 140 കോടി ജനങ്ങളുണ്ട്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തന്ത്രപ്രധാനമായ ഒരു ദ്വീപാണ് തൈവാൻ. അതുമാത്രമല്ല, ഇൻഡസ്ട്രിയലി ആൻഡ് ഇക്കണോമിക്കലി വളരെയധികം ചൈനയ്ക്കായൊക്കെ എത്രയോ പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണെന്നറിയാമോ തൈവാൻ. അപ്പോൾ ഇതിപ്പോൾ ഈ സമയത്ത് ഒരു ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം, തൈവാനെ എന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു സുരക്ഷിത വലയത്തിലാണ് തൈവാൻ എന്നും ഉണ്ടായിരുന്നത്. അമേരിക്കയെ പേടിച്ചിട്ട് ചൈന അങ്ങനെ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ അമേരിക്കയാണെങ്കിൽ ഇറാൻ യുദ്ധത്തിൽ പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് ഇത് നോക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല എന്നാണ് ചൈനയുടെ ധാരണ. പിന്നെ ചൈനയുടെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മറ്റുള്ളവരുടെ നമ്മുടെ നാട്ടിലേക്ക് അതിർത്തി മാന്തുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വീടിൻ്റെയൊക്കെ അതിർത്തി മാന്തല അവരുടെ സ്ഥിരം പരിപാടി. അപ്പോൾ അതേപോലെ ചൈനയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ അതിർത്തി മാന്താൻ പോക്ക് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ വിയറ്റ്നാമും ചൈനയായിട്ട് വഴക്കാണ്, വലിയ വഴക്കാണ്. അത് സൗത്ത് ചൈന സീയിൽ ചൈനയ്ക്ക് ആധിപത്യം ഉണ്ടെന്ന് ചൈന പറയുന്നു. വിയറ്റ്നാംകാർ പറയുന്നു അങ്ങനെയൊന്നും ആധിപത്യം ഇല്ല എന്ന് പറയുന്നു. ഇത് ഞങ്ങളുടെ ഡൊമൈനാണെന്ന് പറയുന്നു. ജപ്പാൻ്റെ അടുത്തും പോയിട്ട് ചൈന വഴക്കുണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താ പറയണ, ഈ ഏരിയയൊക്കെ ഞങ്ങളുടെയാന്ന് പറയുന്നുണ്ട്. മംഗോളിയായിട്ട് പ്രശ്നമുണ്ട്, റഷ്യയായിട്ടുണ്ട്. റഷ്യയായിട്ട് ഇപ്പം പിന്നെ എന്താ ഈ പഴയ കാര്യങ്ങളൊക്കെ തൽക്കാലം മൂടി വെച്ചേക്കുക. കാരണം അമേരിക്കനെ കൺട്രോൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് ചൈനയ്ക്ക് അതിർത്തി പ്രശ്നമില്ലാത്ത ഒരു രാജ്യവുമില്ല. എല്ലാവരുമായിട്ടും മാന്താമ്പോ ഒരിക്കൽ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആൾക്കാരായിട്ടാണ് തോന്നിയാണ്. പലരും പറയാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പറയണ ചങ്കില് ചൈന എന്നാണ് പറയുന്നത്. അപ്പോൾ 1962 ചൈനീസ് യുദ്ധം ഉണ്ടായത്. അപ്പോൾ അതിൽ തടവുകാരനായിട്ട് പിടിച്ച ഒരു സഹദേവൻ എന്തോട്ട് പറഞ്ഞൊരു മലയാളി ഭടൻ, അദ്ദേഹത്തിൻ്റെ ആ ചൈനീസ് തടവുകാരനായിരുന്ന കാലത്തെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രിയനൊന്ന് വായിക്കേണ്ടതാണ്. ഒരു തടവുകാരനോട് കാണിക്കേണ്ടുന്ന മര്യാദ, സാമാന്യ മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല. യുദ്ധത്തടവുകാരോട് നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്.
അതിന് പറയുന്നത് ജനീവ കൺവെൻഷൻ എന്നാണ് പറയുന്നത്. ആ ജനീവ കൺവെൻഷൻ ഒന്നും ഇവർക്ക് ബാധകമല്ല. ഇവർ ഭയങ്കര മൃഗീയമായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു തടവുകാരെ. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് 3 ദിവസമോ 4 ദിവസമോ കൂടുമ്പോഴാണ് ഭക്ഷണം കൊടുക്കണേ. കുറച്ച് വെള്ളച്ചോറ് വേവിച്ച് എന്തോ ഒരുതരം ദ്രാവകം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് 2 കോലും പിടിപ്പിച്ചു കൊടുക്കും. ഈ കോല് കൊണ്ട് കൊത്തി തന്നാനേ പറ്റുള്ളൂ. കൈ കൊണ്ട് തൊട്ട് കൈ അടിച്ച് ചതയ്ക്കും അവർ. ഈ സഹദേവൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സ്നോമോർ 4-5 വർഷം മുമ്പ് അദ്ദേഹം ദിവംഗതനായി. വളരെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആ കഥ വായിക്കുമ്പോൾ തന്നെ ചൈനക്കാരുടെ ക്രൂരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ തൈവാൻ ഇതേപോലെ ഒരു കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഒരു ഹബ്ബാണ് ഈ തൈവാൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ പല ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും ടെലിവിഷൻ സ്ക്രീൻസും അതേപോലെ വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മൈക്രോ ചിപ്സ് ഇതെല്ലാം അവിടെ തൈവാനിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നെന്തുപറ്റി അതിന് പറയണത് തൈവാൻ. മറ്റേ തൈവാൻ അല്ല, ചൈന കൊടുത്തിരിക്കുന്ന പേരാന്ന് തോന്നുന്നു, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. അപ്പം നോർത്ത് കൊറിയൻ പറയുമല്ലോ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറയുന്നത്. അവിടെ ജനാധിപത്യം അതൊരു എന്താ പറയണ മനുഷ്യത്വം എന്ന് പറയുന്ന അടുത്തുകൂടി പോയിട്ടില്ല. ആണുങ്ങൾക്കൊക്കെ തലമുടി ഇതാക്കാനായിട്ട് 10-12 ഫാഷൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ആ ഫാഷനിലേ വെട്ടാൻ പറ്റുള്ളൂ. ചൈനീസ് അല്ലാണ്ട് വെട്ടിയെ പിടിച്ച് കൊല്ലും അവർ. അപ്പം ഇവര് ഈ അവർക്ക് ചൈനയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുമല്ലോ ചൈനീസ് ഇങ്ങനെ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ചൈനീസ് പ്രധാനമന്ത്രി ഷീ പിങ് ഇവിടെ നരേന്ദ്രമോദിനെ എന്താണ് പറയുന്നത്, നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് 2014 ഇന്ത്യയിൽ വന്നു. അയാളെ ഗുജറാത്തിലാണ് വെച്ചിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചതൊക്കെ. ആദ്യമായിട്ടാണ്, വളരെ റയറായിട്ടാണ് അങ്ങനെ നടക്കുക. ഒരു രാഷ്ട്രത്തലവൻ വരുമ്പോൾ രാജ്യ തലസ്ഥാനത്തിന് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ സ്വീകരിക്കും. അയാളെ ഗാന്ധിയുടെ ആശ്രമമൊക്കെ കാണിച്ചു കൊടുത്തു നരേന്ദ്രമോദി. അപ്പോൾ ഇവിടെ എന്താണ് ചായ് പേർ ചർച്ച എന്നൊക്കെ പറഞ്ഞ് സബർമതി നദിയുടെ തീരത്തിരുന്ന് നരേന്ദ്രമോദിയും ഈ ചൈനീസ് പ്രധാനമന്ത്രിയും ചായയൊക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ചൈന പട്ടാളം ഇന്ത്യൻ അതിർത്തി ഭേദിച്ച് കടന്നു വന്നു ഇന്ത്യക്കകത്തേക്ക്. ആ സംഭവം ഓർമ്മയല്ലേ? അതെ. പിന്നെ എങ്ങനെ അത് പരിഹരിച്ചു എന്ന് തോന്നുന്നു. അവരെ തിരിച്ചു വിട്ടു. പക്ഷേ അവർക്ക് അതൊന്നും നോട്ടമൊന്നുമില്ല. അവരുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയണേ, പിടിച്ചെടുക്കാനും മനുഷ്യരെ കൊല്ലാനും. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ചൈന ഇന്ത്യയുടെ അതിർത്തി കൊണ്ടുപോയെന്ന്. കാര്യം കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴാണ് അതിർത്തി കൊണ്ടുപോയത് മുഴുവനും, ഭൂമി കയ്യേറിയത്. അക്സായി ചെൻ എന്ന് പറയുന്ന ഒരു പ്രദേശം അങ്ങനെ തന്നെ അവർ വളഞ്ഞു പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ഇവർ മിണ്ടൂല. അക്സായി ചെൻ എന്നുള്ള പ്രദേശത്തെ പറ്റി അവർ മിണ്ടൂല, അവർ കോൺഗ്രസ്സുകാർ മിണ്ടൂല. ചൈന ഇത് ഒരു തൈവാനെ ആക്രമിക്കുകയാണെങ്കിൽ അതൊരു മറ്റൊരു ആഗോള ഇഷ്യൂ ആയിട്ട് മാറും. ഇപ്പൊ തന്നെ വെസ്റ്റ് ഏഷ്യയിലെ വലിയ പ്രശ്നമാണ്, അത് ഗുരുതരമാവുകയുള്ളൂ. അത് ഇങ്ങനെയാണ് ഈ ലോക മഹായുദ്ധം ആരംഭിച്ചതും. അത് 2 എണ്ണം. ഒന്ന് മറ്റേ ഒരു പ്രിൻസിനെ ഫെർഡിനാൻഡിനെ വെടിവെച്ച് കൊന്നു അവിടെ നിന്ന് പ്രഷ്യയിൽ. അത് കഴിഞ്ഞിട്ടാണ് മറ്റെല്ലാ രാജ്യങ്ങളും അതിനകത്തേക്ക് വന്ന് മൊത്തം കലഹമായത്. രണ്ടാം ലോക മഹായുദ്ധം ഏതാണ്ട് ഈ രീതിയിലാണ് ആരംഭിച്ചത്. ഒരിടത്ത് തുടങ്ങി, പിന്നെ അത് കഴിഞ്ഞ് മറ്റു പല രാജ്യങ്ങളിലേക്കും പടർന്നു പിടിച്ചു. ആ ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ചൈന ശ്രമിക്കുന്നത്. കാരണം ചൈനയുടെ വെപ്പൺസ് ഒന്നും മാർക്കറ്റില്ലല്ലോ, ആരും മേടിക്കണില്ല. അപ്പം യുദ്ധം ചെയ്ത് ഇത് കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ വെപ്പൺസിന് ഇത്ര കാലിബർ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആയുധമൊക്കെ വിൽക്കാൻ പറ്റും. അതല്ലാതെ അവർക്ക് ഇപ്പം പ്രത്യേകിച്ചൊരു യുദ്ധത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. കുറച്ച് നാളായിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. ചില ആൾക്കാർക്ക് മാനസിക വിഭ്രാന്തി വരുമല്ലേ ചില പ്രത്യേക സമയത്ത്. അപ്പോൾ അവർ എന്താ പറയുന്നത്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അതേപോലെയാണ് ചൈനയുടെ കുഴപ്പം. ചൈനയ്ക്ക് പ്രത്യേക സമയങ്ങളിൽ ചൈനീസ് നേതാക്കന്മാർക്ക്, നേതൃത്വത്തിന് അല്ലെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് ഭ്രാന്തളകും. ഇതാണ് അവർ ഉടനെ പോയി ഇന്ത്യനെ ആക്രമിക്കും, അവരെ ആക്രമിക്കും, ഇവരെ കാണുന്നവരേക്ക് ആക്രമിക്കും. പക്ഷെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകൾ കൂടുതലായി കൊടുക്കുന്നുണ്ട്. ഒപ്പം
ലോക വാർത്തകളും നമ്മൾ മുടങ്ങാതെ പ്രേക്ഷകരിലേക്ക്, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സിൽ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ആ വാർത്തകൾ നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ ആധിക്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റു വാർത്തകൾ മുങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാ വാർത്തയും അറിയണമല്ലോ. അപ്പോൾ നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റുന്ന വീഡിയോകളുടെ എണ്ണം പരിമിതമാണ് എന്നതുകൊണ്ട് നമ്മൾ അത്തരം തെരഞ്ഞെടുപ്പ് വാർത്തകളും മറ്റു വാർത്തകളും പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാൻ പുതിയൊരു ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. C4N എന്നാണ്, C4N മലയാളം എന്നാണ് ചാനലിൻ്റെ പേര്. C4N എന്ന പേരിൽ വേറെ വിദേശത്തൊക്കെ ചില ചാനലുകളുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് C4N ആണ്. നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ പോലെ തന്നെ വെളുത്ത പശ്ചാത്തലത്തിൽ പറക്കുന്ന ഒരു കാവിക്കൊടിയാണ് നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് C4Nൻ്റെയും ലോഗോ. C4 എന്നുള്ളത് അക്കത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിനുള്ളിലൂടെ ഒരു കാവി പതാക പറക്കുന്നുണ്ട്. C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ ന്യൂസ് എന്നാണ്. N ഉദ്ദേശിക്കുന്നത് നമ്മൾ നേഷൻ, രാജ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രമെന്നാണ്. രാഷ്ട്രത്തിന് വേണ്ടി ശരിയായ ക്രെഡിബിൾ ആയിട്ടുള്ള വിശ്വസനീയമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം C4N ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സമ്പൂർണ്ണ കവറേജും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവും C4Nഉം പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ സമക്ഷം ഈ പുതിയ ചാനലിനെ കൂടി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.